ലാലീഗയിൽ ബാഴ്സ പഴയ പ്രതാപം വീണ്ടെടുത്തിരിക്കുകയാണ്. നിലവിൽ സ്പാനിഷ് ലീഗായ ലാലീഗ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ് ബാഴ്സലോണ. 8 മത്സരങ്ങളിൽ നിന്ന് 7 വിജയവും 1 പരാജയവുമായാണ് ബാഴ്സ 1-ാമത് ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. 21 പോയിന്റാണ് ബാഴ്സയുടെ സമ്പാദ്യം. 2-ാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡിന് 8 മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റാണുള്ളത്. ലാലീഗയിലെ ആദ്യ 7 മത്സരങ്ങളിലും ഗംഭീര വിജയം നേടിയ ബാഴ്സയുടെ അപരാജിത കുതിപ്പിന് തടയിട്ടത് ഒസാസുനയാണ്. ഒപ്പം ഗോളടിക്കുന്ന കാര്യത്തിലും ഹാൻസി ഫ്ലെക്കിന്റെ ചുണക്കുട്ടികൾ മുൻപന്തിയിലാണ്. 8 മത്സരത്തിൽ നിന്നും 25 തവണയാണ് എതിരാളികളുടെ പോസ്റ്റിലേക്ക് ബാഴ്സ താരങ്ങൾ നിറയൊഴിച്ചത്. 8 മത്സരങ്ങളിൽ നിന്ന് ബാഴ്സലോണ വഴങ്ങിയതാകട്ടെ 9 ഗോളുകളും. ഇതോടെ ഒരു തകർപ്പൻ നേട്ടവും ബാഴ്സ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒരു സീസണിലെ ആദ്യ 8 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഏറ്റവും അധികം ഗോൾ എന്ന നേട്ടത്തിനൊപ്പമാണ് ബാഴ്സ എത്തിയത്. 2016-17 സീസണിൽ MSN ത്രയം നേടിയ 25 ഗോളിന്റെ റെക്കോർഡിനൊപ്പമാണ് ഹാൻസി ഫ്ലിക്കിന്റെ കുട്ടികളെത്തിയത്. അന്ന് മെസ്സി, സുവാരസ്, നെയ്മർ എന്നിവർ 16 ഗോളുകളാണ് നേടിയത്. ഇപ്പോൾ ലെവൻഡോസ്കിയും റഫീനയുമാണ് ഗോളടിയിൽ പങ്കാളികളാകുന്നത്. ബാഴ്സലോണയുടെ ചരിത്രത്തിലെ മാത്രമല്ല ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മികച്ച മുന്നേറ്റ നിരയായിരുന്നു MSN. 2014 മുതൽ 2017 വരെ ബാഴ്സയെ പലതവണ പല കിരീടങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിച്ചു. MSNന്റെ കരുത്തിലാണ് 2014-15 സീസണിൽ ലൂയിസ് എൻറിക്കയ്ക്ക് കീഴിൽ ബാഴ്സ 2-ാം ട്രബിൾ സ്വന്തമാക്കുന്നത്. 2017 നെയ്മർ ബാഴ്സ വിട്ട് PSG പോകുന്നതുവരെ 364 തവണയാണ് മൂവരും കൂടി ചേർന്ന് എതിർ ഗോൾ വല ചലിപ്പിച്ചത്. 2014-15 സീസണിൽ 122 ഗോളും 66 അസിസ്റ്റുമായി തിളങ്ങിയ MSN ത്രയം 2015-16 131 ഗോളും 79 അസിസ്റ്റും സ്വന്തമാക്കി. 111 ഗോളും 66 അസിസ്റ്റുമാണ് MSN തങ്ങളുടെ അവസാന സീസണിൽ സ്വന്തമാക്കിയത്. അതേസമയം ഇത്തവണ മികച്ച പ്രകടനം തുടരുന്ന ബാഴ്സ കിരീടം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. മുൻ ബയേൺ പരിശീലകന് കറ്റാലന്മാരെ കിരീടത്തിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. ലാലീഗയിൽ അടുത്ത മത്സരത്തിൽ ഡിപ്പോർട്ടീവോ അലാവ്സ് ആണ് ബാഴ്സയുടെ എതിരാളികൾ.